الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون وصلى الله على محمد وعلى آله وصحبه وأتباعه وأهل بيته أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل صدق الله فاتبعوا ملة إبراهيم حنيفا وما كان من المشركين وقال أيضا ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين الله أكبر الله أكبر لا إله إلا الله الله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മഹത്തായ ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ ബക്രീദ് ആശംസകൾ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ലോകം മുഴുവൻ ഒരു കുടുംബത്തിൻ്റെ ത്യാഗ നിർഭരമായ സമർപ്പണത്തിൻ്റെ മഹത്തായ പ്രതീകാത്മകമായ കർമ്മത്തിലൂടെ സ്മരിപ്പിക്കപ്പെടുന്ന നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തുകൊണ്ട്? ഇബ്രാഹിമി കുടുംബത്തെ സ്മരിച്ചുകൊണ്ട്, ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഹജ്ജും ബലിപെരുന്നാളും ബലിയും മുസ്ലിം സമൂഹത്തിൽ എല്ലാ വർഷവും നടക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, പ്രസ്തുത കുടുംബം ലോകത്തിന് റോൾ മോഡലാണ്, മാതൃകയാണ്. ഇന്ന് ലോകത്തെ മനുഷ്യർ പല സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക രംഗങ്ങളിലെല്ലാം അതിനൊക്കെ നേതൃത്വം വഹിക്കുന്ന ആളുകളെ റോൾ മോഡലാക്കാറുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ മുതൽ സുകുമാർ അഴീക്കോട് വരെയുള്ളവരെ സാഹിത്യ രംഗത്ത് റോൾ മോഡലാക്കപ്പെടുന്നവരുണ്ട്. ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് സ്റ്റാറുകളെയും നടന്മാരെയും അതിനെ സ്നേഹിക്കുന്ന, പ്രണയിക്കുന്നവർ റോൾ മോഡലാക്കാറുണ്ട്. ഗാന്ധിജി മുതൽ അവരവരുടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ, അഖിലേന്ത്യാ, സംസ്ഥാന, സ്റ്റേറ്റ്, പ്രാദേശിക നേതാക്കന്മാരെ പോലും റോൾ മോഡലാക്കുന്നവരുണ്ട്. വമ്പൻ ബിസിനസ്സുകാർ മുതൽ ചെറുകിട കച്ചവടക്കാർ വരെ ബിസിനസ് രംഗത്തുള്ളവർ, കച്ചവട രംഗത്തുള്ളവർ ശ്രദ്ധിക്കുകയും അവരെ മാതൃകയാക്കുകയും ചെയ്യപ്പെടാറുണ്ട്. കായിക രംഗത്തും അങ്ങനെ തന്നെയാണ്. വോളിബോൾ, ഫുട്ബോൾ, ക്രിക്കറ്റ് രംഗത്ത് തിളങ്ങി നിൽക്കുന്ന പലരെയും അവരുടെ ജീവിതത്തെയും അവരുടെ നടത്തത്തെയും അവരുടെ വസ്ത്രധാരണ പോലും റോൾ മോഡലാക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. എന്നാൽ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ ലോകത്തിനോട് മാതൃകയാക്കാൻ പറഞ്ഞ, റോൾ മോഡലാക്കാൻ പറഞ്ഞ ഒരു കുടുംബമുണ്ടെങ്കിൽ അത് ഇബ്രാഹിമി കുടുംബമാണ്. ഇബ്രാഹിമി കുടുംബത്തിൽ എന്ത് റോൾ മോഡലാണ് ഈ പൊതുസമൂഹത്തിന്, ഈ ന്യൂ ജനറേഷൻ ഉള്ളതെന്ന് ചോദിച്ചാൽ, ചരിത്രം പരിശോധിക്കുമ്പോൾ
നമുക്കത് ബോധ്യപ്പെടുന്നതാണ്. വ്യക്തി, കുടുംബ, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, ആദർശ രംഗങ്ങളിലെല്ലാം ശക്തമായ റോൾ മോഡൽ ഇബ്രാഹിമി കുടുംബത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് നൽകപ്പെടുന്നത്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളെ ഓരോരുത്തരെയും മാതൃകയാക്കണേ എന്ന്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ റോൾ മോഡലാക്കണേ എന്ന്. ഇരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ കീഴിലുള്ളവർക്ക് മാതൃകയാവണം. നിങ്ങൾ പിതാവെന്ന നിലയ്ക്ക് നിങ്ങളുടെ മക്കൾക്ക് മാതൃകയാവേണ്ട പിതാക്കന്മാരാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഭർത്താവെന്ന നിലയ്ക്ക് ഭാര്യയ്ക്ക് മാതൃകയാകേണ്ടവരാണ് ഇരിക്കുന്നത്. ഭാര്യ എന്ന നിലയ്ക്കും പെങ്ങളെന്ന നിലയ്ക്കും ഉമ്മ എന്ന നിലയ്ക്കും മാതൃക ആവേണ്ടവരാണ് സ്ത്രീകളും. എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു മാതൃകയാണ്. എൻ്റെ നടത്തം, എൻ്റെ ഇരുത്തം, എൻ്റെ സംസാരം, എൻ്റെ പെരുമാറ്റം, എൻ്റെ ബിസിനസ്, എൻ്റെ കച്ചവടം, എൻ്റെ ഇടപാടുകൾ, എൻ്റെ രാഷ്ട്രീയം പോലും മറ്റുള്ളവർക്ക് റോൾ മോഡൽ ആവണമെന്ന് ഖുർആൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇമാം എന്ന വാക്കിനർത്ഥം മുമ്പിൽ നിന്ന് നമസ്കരിക്കുന്നവൻ എന്ന് മാത്രമല്ല. ഇമാം നേതൃത്വം വഹിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്. മാതൃകാ പുരുഷൻ എന്നൊരർത്ഥമുണ്ട്. ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുന്നു, ഈ വാക്കിനെ ആവർത്തിച്ച് പറയുന്നു. എല്ലാ രംഗത്തും നാം ഒരു മോഡലായി മാറണം. എവിടുന്നാണ് ഈ മോഡൽ പഠിക്കേണ്ടത്? നാം ആരെയാണ് മാതൃകയാക്കേണ്ടത്? ആരെ മാതൃകയാക്കിയിട്ട് വേണം ഞാൻ സ്വയം മാതൃകയാവേണ്ടത്? അത് ഇബ്രാഹിമി കുടുംബത്തെയാണ് മാതൃകയാക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാചകം ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വ്യക്തി ജീവിതത്തിൽ അല്ലാഹു പരീക്ഷിച്ചു, കുടുംബ ജീവിതത്തിൽ പരീക്ഷിച്ചു, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, ആദർശ രംഗങ്ങളിലെല്ലാം കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. ആ പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ച് തരണം ചെയ്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു നേതൃത്വത്തിലേക്ക് എത്തിച്ചു, ഒരു റോൾ മോഡലാക്കി. വ്യക്തി ജീവിതത്തിലെ പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ച്, കുടുംബ ജീവിതത്തിലെ പരീക്ഷണങ്ങളെ തരണം ചെയ്ത്, സാമൂഹിക ജീവിതത്തിലെ പരീക്ഷണങ്ങളെയും പീഡനങ്ങളെയും മറികടന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു റോൾ മോഡലാക്കി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, നാം ജീവിക്കുന്ന ഇന്നത്തെ ഈ ലോകക്രമത്തിൽ, ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ എന്നും അന്നും എക്കാലഘട്ടത്തിലും ഇനി ലോക അവസാനം വരെയും നാം മാതൃകയാക്കേണ്ടത് ഇബ്രാഹിം നബീനെയാണ് എന്ന് ഈ വചനം, ഖുർആനിന്റെ ഈ ആയത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വ്യക്തി ജീവിതത്തിലെ മാതൃക പരിശോധിച്ചു നോക്കിയാൽ ശ്വാസത്തിൽ ഒരു വെള്ളവും അദ്ദേഹം ചേർത്തില്ല, തൗഹീദിൽ ഒരു വെള്ളവും ചേർത്തില്ല. അടിയുറച്ച വിശ്വാസിയായിരുന്നു, അടിയുറച്ച മുവഹ്ഹിദായിരുന്നു. പടച്ച തമ്പുരാനെ മാത്രം എനിക്ക് മതി, ഞാൻ അല്ലാഹുവിനെ മുറുകെ പിടിച്ച് ജീവിക്കും, അല്ലാഹു എന്നെ കൈവിടുകയില്ല എന്ന അടിയുറച്ചൊരു മുവഹ്ഹിദും വിശ്വാസിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ശിർക്കിനോട് അദ്ദേഹം രാജിയായില്ല. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മോശമായ പ്രവണതകളുടെയും പിന്നാലെ അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹം അതിനോട് ഒരിക്കലും യോജിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഉത്സവത്തിന് പോയി. നാട്ടിലെ ജനങ്ങൾ മുഴുവനും അവിടെ നടക്കുന്ന
അന്ധവിശ്വാസങ്ങളുടെ അനാചാരത്തിന്റെ പിന്നാലെ പോയി. എല്ലാവരും കൊട്ടിന്റെയും മേളത്തിന്റെയും പുറകെ പോയി. അല്ല ഇബ്രാഹിമേ, നീ വരുന്നില്ലേ? നാട്ടിൽ നടക്കുന്ന ഈ കൊട്ടിന്റെയും മേളത്തിന്റെയും പുറകെ നീ കൂടുന്നില്ലേ? ഇബ്രാഹിമിനോട് നാട്ടുകാർ ചോദിച്ചു. ഇത് അടിവരയിട്ട് മനസ്സിലാക്കണം. ഇന്നാട്ടുകാർ മനസ്സിലാക്കണം. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾ മനസ്സിലാക്കണം. ഈ നാട്ടിൽ നടക്കുന്ന ഈ ഉത്സവത്തിൽ നീ കൂടുന്നില്ലേ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചപ്പോ, ബലിപെരുന്നാളും ഇബ്രാഹിമിന്റെ സ്മരണമൊന്നും നമ്മുടെ ജീവിതത്തിൽ അങ്ങ് ഉണ്ടായാൽ പോരാ, അതിനെ ഫോളോ ചെയ്യാൻ നമുക്ക് കഴിയണം. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ കൂടെ കൂടുന്നില്ല, ഞാൻ രോഗിയാണ്. രോഗിയാണെന്ന് സത്യം പറഞ്ഞതല്ല, അതൊരു അസത്യമായിരുന്നു. അങ്ങനെ പറഞ്ഞെങ്കിലും ജനങ്ങളിൽ നിന്നും ആ ഒരു അനാചാരത്തിൽ നിന്നും ആ ഒരു പ്രവണതയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഞാൻ രോഗിയാണ്. എങ്ങനെയാ രോഗിയാണെന്ന് പറഞ്ഞെന്നറിയോ? അദ്ദേഹം ആകാശത്തിലെ നിലാവിലേക്ക്, നക്ഷത്രത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഈ അനാചാരത്തിന്റെ കൂടെ ഞാൻ കൂടാനില്ല, ഞാനൊപ്പം കൂടുകയില്ല. എന്റെ വിശ്വാസത്തെ, എന്റെ തൗഹീദിനെ, എന്റെ പടച്ചവനെ പണയം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവണതയ്ക്കും ഞാനില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു എന്നാണ് ഖുർആൻ നമ്മളെ ബോധ്യപ്പെട്ടത്. പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്ന ചില വാചകങ്ങളുണ്ട്. അദ്ദേഹം അള്ളാഹുവിന്റെ മുമ്പിൽ അനുസരണയുള്ള ആളായിരുന്നു, അച്ചടക്കമുള്ള ആളായിരുന്നു, ഒതുക്കമുള്ള ആളായിരുന്നു, ഹനീഫ, റിജുമാനസ്കനായിരുന്നു. വിശ്വാസിൽ അത് ശരിയാണോ, ഇത് ശരിയാണോ, അവരൊക്കെ ചെയ്യാമെങ്കിൽ എനിക്ക് ചെയ്തുകൂടെ, അങ്ങനൊരു പ്രവണത അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അടിയുറച്ച റിജുമാനസ്കനായ ഒരു സത്യവിശ്വാസിയായിരുന്നു. അദ്ദേഹം ആ വിശ്വസിച്ച ആ ആദർശത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ മുഖം നോക്കാതെ, ആളുകളുടെ തൃപ്തി നോക്കാതെ, ആളുകളുടെ പൊരുത്തം നോക്കാതെ, ഞാനിത് പറഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ എന്ത് വിചാരിക്കുമെന്നൊന്നും വിചാരിക്കാതെ, ചിന്തിക്കാതെ അദ്ദേഹത്തിന്റെ തൗഹീദിനെ, അദ്ദേഹത്തിന്റെ അടിയുറച്ച വിശ്വാസത്തെ പ്രബോധനം ചെയ്തിരുന്ന ആളായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഈ പ്രബോധനത്തിനു വേണ്ടി മുസാഫിറ, ലോകം മുഴുവൻ യാത്ര ചെയ്ത ആളായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രദേശത്ത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ദഅവത്തും പ്രബോധനവും ഒതുക്കിയത്, രാജ്യം വിട്ട് ലോകം മുഴുവനും അദ്ദേഹം കറങ്ങി നടന്നു. അങ്ങ് ഇറാഖിൽ നിന്ന്, ഇറാഖിലെ ഊർ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം യാത്ര ചെയ്ത് ഫലസ്തീനിൽ വന്നു, ജോർഡാനിൽ വന്നു, ഈജിപ്തിൽ വന്നു. അദ്ദേഹം ഇറാനിലൂടെ കടന്നുപോയി. കടലും കായലും കരയും വനങ്ങളും താണ്ടി അങ്ങ് അദ്ദേഹം മക്കയിലെത്തി. മക്കയിൽ വന്നിട്ട് 2000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെച്ച് താമസിച്ചെന്ന മരണം വരെ സുഖമായിട്ട് ജീവിക്കാമെന്നല്ല വിചാരിച്ചതോ. മക്കയിൽ നിന്നും വീണ്ടും യാത്ര പുറപ്പെട്ട് ഈ പ്രബോധനത്തിന് വേണ്ടി. കാന മുസാഫിറ, അദ്ദേഹം അടിയുറച്ചൊരു മുവഹ്ഹിദായിരുന്നു. വെള്ളം ചേർത്തില്ല, പടച്ചവൻ എനിക്ക് മതി. ഈ ആകാശത്തെ സൃഷ്ടിച്ച, ഈ ഭൂമിയെ സൃഷ്ടിച്ച, നമുക്ക് മഴ തരുന്ന, വെള്ളം തരുന്ന, വെളിച്ചം തരുന്ന, വായു തരുന്ന, പഴവർഗ്ഗങ്ങൾ തരുന്ന, ഭക്ഷണം തരുന്ന, ഇവിടെ വന്നിരിക്കാൻ പോലും നമുക്ക് ആരോഗ്യം തന്നവൻ ലോകത്തൊരു ശക്തിയുമല്ല, വ്യക്തിയുമല്ല, അതെന്റെ പടച്ചവനാണ്. അതിലുള്ള അടിയുറച്ച വിശ്വാസിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വ്യക്തി ജീവിതത്തിലെ നമ്മളെ റോൾ മോഡൽ, രണ്ടാമത്തെ റോൾ മോഡൽ, അദ്ദേഹം സമർപ്പിച്ചിരുന്നു. സമ്പന്നന്മാർ ഈ കൂട്ടത്തിലുണ്ട്, കോടികളുടെ ആസ്തിയുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. ഇന്ന് ബലിപെരുന്നാൾ നമസ്കാരത്തിന് വന്നിട്ടുണ്ട്. കഴിവുള്ളവരുണ്ട്, യോഗ്യതയുള്ളവരുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്, മക്കളുണ്ട്, കുടുംബമുള്ളവരുണ്ട്. നമ്മൾ എന്താ സമർപ്പിച്ചത് അള്ളാഹ്ക്ക് വേണ്ടി? പടച്ചതിന് വേണ്ടി എന്താ സമർപ്പിച്ചത്? എന്ത് സമർപ്പിച്ചു നമ്മൾ? അള്ളാഹ്ക്ക് വേണ്ടി എന്ത് സമർപ്പിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ സീറോയാണ്, വട്ടപൂജ്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിതം മൊത്തം സമർപ്പിച്ചു. സ്വന്തമായൊരു വീടുണ്ടായിരുന്നില്ല,
സ്വന്തമായൊരു നാടുണ്ടായിരുന്നില്ല. അവസാനം 70 കഴിഞ്ഞ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് 70 കഴിഞ്ഞ ഈ ബലിപെരുന്നാളിന് മുമ്പ് സുന്നത്ത് നിസ്കാരം ഇല്ല കേട്ടോ. ബലിപെരുന്നാളിന് മുമ്പ് സുന്നത്ത് നമസ്കാരമേ ഇല്ല. അതുകൊണ്ട് ആരും നമസ്കരിക്കരുത്, അത് ദീനിന് വിരുദ്ധമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമർപ്പിച്ചു. 70 കഴിഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒരു കുഞ്ഞുണ്ടായി, ഇസ്മായിൽ. നമുക്കറിയാവുന്ന കഥയല്ലേ. ആ കുഞ്ഞിന് 12 വയസ്സായി. ഉപ്പാ എന്ന് വിളിക്കുന്ന പ്രായം, ഒപ്പം കൊണ്ടു നടത്താവുന്ന പ്രായം. ആ പ്രായത്തിലല്ലേ അറുത്തു കൊടുക്കാൻ പറഞ്ഞത്. ആ പ്രായത്തിൽ അറുത്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ കയ്യും പിടിച്ച്, ഒരു കയ്യിൽ മൂർച്ചയുള്ള കത്തിയാണ്. നമ്മളൊന്ന് നമ്മുടെ മക്കളിലേക്ക് ചേർത്തൊന്ന് ചിന്തിക്കും. നമുക്ക് കഥ പറയാനും ചരിത്രം പറയാനും സുഖമാണ്. ഇന്ന് ഈ ബലിപെരുന്നാൾ നമസ്കാരത്തിന് മക്കളെ കൂട്ടത്തിൽ കൊണ്ടുവന്നവരെ നേരെ മറിച്ചൊന്ന് ചിന്തിക്ക്. ഈ മകനെയും കൂട്ടിക്കൊണ്ടൊരു കാട്ടിലേക്ക് പോയി അള്ളാഹ് പറഞ്ഞിട്ടാണ് അറുത്തു കൊടുക്കുന്നതോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ സമർപ്പണത്തിന് തയ്യാറായി. നമ്മുടെ പൈസ ഉണ്ടല്ലോ, നമ്മുടെ പണമുണ്ടല്ലോ, ഈ മതത്തിന് സമർപ്പിക്കേണ്ടവരാണ്. നമ്മുടെ ആത്മാഭിമാനമുണ്ടല്ലോ, ഈ മതത്തിന് സമർപ്പിക്കേണ്ടവരാണ്. നമ്മുടെ സർവതും പടച്ചവന് വേണ്ടി സമർപ്പിക്കാനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബലിപെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി വന്നവർക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നൽകുന്ന 3ാമത്തെ റോൾ മോഡൽ. ഇന്ന് നമ്മളുടെ മക്കളുടെ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മുടെ കേരള സർക്കാർ തൂഫാൻ എന്ന പേരിൽ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ തുടച്ചു നീക്കുന്ന, അടിവേരറക്കുന്ന രൂപത്തിൽ ഉള്ള അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിൽ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. എന്തുകൊണ്ട്? ഇന്ന് കോളേജുകളിലും സ്കൂളുകളിലും യുവതി യുവാക്കളിലും സർവമാന മക്കളിലും ഇത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ സ്വന്തം അമ്മയെ കഴുത്തിറക്കുന്ന കാലഘട്ടം, സ്വന്തം പിതാവിന്റെയും ഉമ്മയുടെയും തലയിൽ ചുറ്റിക കൊണ്ടടിക്കുന്ന കാലഘട്ടം, അമ്മയുടെ വയറ് നോക്കി ആഞ്ഞു ചവിട്ടുന്ന കാലഘട്ടം. ഇന്ന് അക്രമങ്ങളും അരാജകങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യയും യുവതി യുവാക്കളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം? മദ്യവും മയക്കുമരുന്നുമാണ്. ഇത് തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള ശ്രമത്തെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഇന്ന് മുസ്ലിം കുട്ടികളിൽ, എന്റെ രക്ഷകർത്താക്കൾ കേൾക്കണേ, യുവതി യുവാക്കളിൽ ദൈവ നിഷേധം വർദ്ധിച്ചു വരികയാണ്. യുക്തി ചിന്തകൾ വർദ്ധിച്ചു വരികയാണ്. ദൈവനിഷേധം എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഇല്ല, പടച്ചവനില്ല, സ്വർഗം ഇല്ല, പരലോകം ഇല്ല, ഖബറിൽ ശിക്ഷയൊന്നും ഇല്ല, ഇതൊക്കെ ചുമ്മാതെ പറയുന്നതാണ് എന്നുള്ള യുക്തി ചിന്തകളും ദൈവ നിഷേധങ്ങളും ഇന്ന് കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ, കോട്ടയം ജില്ലയിൽ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ഞങ്ങളുടെ പ്രദേശത്ത് 400ഓളം കുടുംബങ്ങളിൽ യുക്തിവാദം വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. 400ഓളം മുസ്ലിം കുടുംബങ്ങളിൽ. ഇന്നത്തെ സാഹചര്യത്തിൽ, ഈ ബലിപെരുന്നാൾ കടന്നു വന്നിരുന്ന ഇന്നത്തെ സുദിനത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഈ വിഷയത്തിൽ റോൾ മോഡൽ ഉണ്ട്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. പടച്ചവനെ, എന്നെയും എന്റെ മക്കളെയും 5 നേരം നമസ്കരിക്കുന്നവരാക്കണേ പടച്ചവനെ. യാക്കൂബ് അലൈഹി ഇസ്ലാമിന് മരണാസന്നമായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും യാക്കൂബ് അലൈഹി ഇസ്ലാമും മക്കളെ വിളിച്ചിട്ട് അടുത്തിരുത്തിയിട്ട് വിശ്വാസത്തിന്റെ ഉപദേശം നൽകിയ ചരിത്രങ്ങൾ ഖുർആനിലുണ്ട്. എന്റെ മക്കൾ നമസ്കരിക്കണം. ഇന്ന് സുബഹി നമസ്കരിച്ചപ്പോൾ എന്റെ മക്കൾ സുബഹി നിസ്കരിച്ചോ? ഇന്ന് ബലിപെരുന്നാളിന് വന്നവരും നിസ്കരിക്കാൻ വന്നവരും ചിന്തിച്ചോ? ഇന്ന് സുബഹി നമസ്കരിച്ചവർ ഇന്ന് ബലിപെരുന്നാൾ നിസ്കരിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ഇന്ന് സുബഹി നിസ്കരിച്ചവർ ഇല്ല എങ്കിൽ എന്ത് ഇബ്രാഹിമി മില്ലത്ത്? റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. എന്റെ വഴിയിലൂടെ, എന്റെ ആദർശത്തിന്റെ വഴിയിലൂടെ എന്റെ മക്കൾ വരണം. എന്റെ ആൺമക്കളും എന്റെ പെൺമക്കളും അവര് ദൈവനിഷേധികളാവരുത്. അവര് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടരുതോ. അവർ 5 നേരം നമസ്കരിക്കുന്നവരാവണം എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആഗ്രഹിച്ചതുപോലെ ഈ ഇരിക്കുന്ന രക്ഷകർത്താക്കൾ ഇന്ന് തീരുമാനമെടുക്കുക. എന്റെ മക്കൾ വഴിവെച്ചിട്ടുണ്ടോ?
ഇന്ന് മിക്സ്ഡ് വിവാഹമാണ്. ഭാര്യ ഹിന്ദു ആണെങ്കിലും ഞാൻ മുസ്ലിമായിട്ട് ജീവിക്കും, ഭർത്താവ് ക്രിസ്ത്യാനിയാണെങ്കിലും ഞാൻ മുസ്ലിമായിട്ട് ജീവിക്കും. മതം മാറണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല വിവാഹത്തിന് എന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ മക്കൾ പോവുകയാണ്. അല്ലല്ല, ഇന്ന് വിവാഹം പോലും വേണ്ട എന്ന ചിന്തയിലാണ് നമ്മുടെ യുവതി യുവാക്കളുള്ളത്. വളരെ അരാജകത്വങ്ങളും അധാർമികതകളും നിറഞ്ഞു നിൽക്കുന്ന, നിറഞ്ഞാടുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മക്കളെ വിളിച്ച് ഉപദേശിച്ചത് നാം അറിയണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ 2 മക്കളാണല്ലോ, ഇസ്മായിലും ഇസ്ഹാഖും. ആ രൂപത്തിൽ അവരെ വളർത്തിയെടുത്തപ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കഅബ പണിതു, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിൽ പണിതു. വെറും നിസ്കരിക്കാൻ വന്നവർ മാത്രമല്ല മക്കള്, പള്ളി നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത മക്കളായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മക്കളെ വളർത്തിയെടുത്തു എന്നുള്ളതാണ്. ഒരു ചെറിയ കഥ കൂടി കേൾപ്പിക്കട്ടെ. ഇസ്മായിൽ അലൈഹി ഇസ്ലാം വിവാഹം കഴിഞ്ഞ് ഭാര്യയോടൊത്ത് ഒരു വീടെടുത്ത് താമസിക്കുന്ന ഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദീർഘദൂര യാത്ര കഴിഞ്ഞ് മക്കയിൽ മടങ്ങി വന്ന് മകൻ ഇസ്മായിലിന്റെ വീട് അന്വേഷിച്ച് ചെന്നു. അവിടെ ചെന്ന് സലാം പറഞ്ഞു വാതിൽ മുട്ടിയപ്പോൾ ഒരു പെൺകുട്ടി ആ വീട്ടിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്നു. സലാം ചൊല്ലി സലാം മടക്കി. എന്റെ ഭർത്താവ് ഇസ്മായിൽ എവിടെന്ന് ചോദിച്ചു. ഓ, അവിടെ എങ്ങാണ്ട് പോയിട്ടുണ്ട്. ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനെ തട്ടിമുട്ടി പോകുന്നു. എന്താ ജീവിതമൊക്കെ സുഖമാണോ? ഒരു സുഖമില്ല എന്ന് പറഞ്ഞു. വന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നിന്റെ ഭർത്താവ് ഇസ്മായിൽ മടങ്ങി വരുമ്പോഴേ എന്റെ സലാം പറയണം, ഒരു വയോവൃദ്ധൻ വന്നെന്നും പറയണം, എന്നിട്ട് പറയണം കട്ടളപ്പടി ഇളക്കി കളഞ്ഞേക്കാൻ പറയണം. ഇസ്മായിലും വൈകുന്നേരം മടങ്ങി വന്നു. ഈ ഭാര്യ കഥകളൊക്കെ പറഞ്ഞു. അവസാനം വന്നയാള് കട്ടളപ്പടി ഇളക്കി കളഞ്ഞേക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞു. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് പറഞ്ഞു, ഈ ഭാര്യ എന്റെ ജീവിതത്തിൽ ഉതകുന്ന പെണ്ണല്ല, യോജിച്ച പെണ്ണല്ല. എന്റെ വിശ്വാസത്തെയും ആദർശത്തെയും ജീവിതത്തെയും മനസമാധാനത്തെയും സ്വസ്ഥതയെയും കെടുത്തിക്കളയുന്ന പെണ്ണാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി ഇസ്മായിൽ ഇസ്ലാം. അതാണ് കട്ടളപ്പടി ഇളക്കി കളഞ്ഞേക്കാൻ പറഞ്ഞത്. ആ പെണ്ണിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി. പ്രിയപ്പെട്ട മക്കളുടെ കുടുംബ ജീവിതത്തിൽ പോലും ശ്രദ്ധിച്ച ഒരു പിതാവിന്റെ റോൾ മോഡലാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാലങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി, തണുപ്പും ചൂടും മാറി മാറി വന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വീണ്ടും ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ ഇസ്മായിലിന്റെ വീട് അന്വേഷിച്ച് രണ്ടാമതും പോയി. അവിടെ ചെന്ന് വാതിൽ മുട്ടി സലാം പറഞ്ഞു. നല്ല പക്വതയുടെ, ഭവ്യതയുടെ, അച്ചടക്കത്തോടെ ഒരു പെണ്ണ് വാതിലിന്റെ മറവിൽ വന്നിട്ട് സലാം മടക്കി. ആരാന്ന് ചോദിച്ചു. ഒരു വൃദ്ധനാണ്. സുഖമാണോ? അൽഹംദുലില്ലാ. എങ്ങനെയുണ്ട് ഇസ്മായിലുമായിട്ടുള്ള ജീവിതം? സന്തോഷം, സമാധാനം, സ്വസ്ഥത, റാഹത്ത് എന്ന് ആ പെണ്ണ് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുഖം വെട്ടിത്തിളങ്ങി നാം. എന്നിട്ട് പറയണം, നിന്റെ ഭർത്താവ് ഇസ്മായിൽ വൈകുന്നേരം വരുമ്പോൾ ഒരു വൃദ്ധൻ വന്നിരുന്നു എന്ന് പറഞ്ഞേക്ക്, എന്റെ അന്വേഷണവും പറഞ്ഞേക്ക്. എന്നിട്ട് ഇങ്ങനെയും പറഞ്ഞോ, ആ കട്ടളപ്പടി ഉണ്ടല്ലോ, ആ വാതിലിന്റെ കട്ടളപ്പടി ഉറപ്പിച്ചു വെച്ചേക്കാൻ പറഞ്ഞു. ഇസ്മായിൽ ഇസ്ലാം വൈകുന്നേരം വന്നപ്പോ ഈ പെണ്ണി കഥ പറഞ്ഞപ്പോ, അൽഹംദുലില്ലാ, എന്റെ ജീവിതത്തെയും എന്റെ ആദർശത്തെയും എന്റെ മനസ്സമാധാനത്തെയും ഉറപ്പിക്കുന്ന പെണ്ണാണ് ഇവൾ എന്ന് ഇബ്രാഹിം എന്റെ പിതാവ് കണ്ടെത്തിയെന്നു. അത് ഇസ്മായിൽ ഇസ്ലാം മനസ്സിലാക്കി ഉറപ്പിച്ചു എന്നാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നാമും നമ്മുടെ മക്കളെയും ഈ രൂപത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണേ എന്ന് മാത്രം ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയാണ്. 4ാമത്തെ റോൾ മോഡൽ, നമ്മുടെ ഭാര്യമാരുടെ മുമ്പിൽ നമ്മൾ റോൾ മോഡലാണോ? നമ്മുടെ പ്രിയപ്പെട്ട ഇണയുടെ മുമ്പിൽ നമ്മൾ മാതൃകയാണോ? ചിന്തിക്ക്. നമ്മൾ മാതൃകയാണോ? എവിടെ മാതൃക? എവിടെ നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ നമ്മൾ റോൾ മോഡലായി? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ ഹാജറയുണ്ടല്ലോ, ലോകത്തിന് റോൾ മോഡലായിരുന്നു. മനുഷ്യരില്ലാത്ത, വെള്ളമില്ലാത്ത, വെളിച്ചമില്ലാത്ത, ആരോരുമില്ലാത്ത ആ ഭൂപ്രദേശത്ത് കൊണ്ടുവന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആക്കിയിട്ട് പറഞ്ഞു, ഞാൻ പോവാണ് കേട്ടോ, എന്റെ യാത്ര അവസാനിച്ചില്ല. പടച്ചോൻ പറഞ്ഞിട്ടാണോ പോകുന്നത്? നാം പടച്ചോൻ പറഞ്ഞിട്ടാ പോകുന്നെന്ന് ഹാജറയോട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞു. ആ ഹാജറ പറഞ്ഞത് എന്താണെന്നറിയോ? ഇതെല്ലാം യുവയ്യന, എന്നാൽ നിങ്ങൾ പൊയ്ക്കോ, പടച്ചോൻ എന്നെ നോക്കിക്കോളൂ. നല്ല ഫ്ലാറ്റ്, എയർ കണ്ടീഷൻ, വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്, കറണ്ട് ബില്ല് അടച്ചു, എല്ലാ സംവിധാനമുണ്ട്, എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ. അങ്ങനെ പോകാൻ വരട്ടെ.
അവിടെ ഇരിക്കേ, എന്നെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണോ എന്ന് ചോദിക്കുന്ന ഭാര്യമാരുടെ ലോകത്ത് നമ്മൾ റോൾ മോഡൽ ആയിട്ടില്ല. നമ്മുടെ ഇണകളുടെ മുമ്പിൽ മനുഷ്യരില്ലാത്ത, വെളിച്ചമില്ലാത്ത, വീടുകളില്ലാത്ത, റോഡുകളില്ലാത്ത, ഒന്നുമില്ലാത്ത ഭൂപ്രദേശത്ത് ഹാജറ അങ്ങനെ പറയണമെങ്കിൽ ലോകത്തിന്റെ റോൾ മോഡലാണ് പെണ്ണ്. ഇതല്ല യുവഹിയുന, പടച്ചൻ എന്നെ നോക്കിക്കൊള്ളുന്നു. ആ വാക്കാണ് സംസം വെള്ളം. സംസം വെള്ളത്തിലൂടെയാണ് അത് ഗ്രാമമായി, പട്ടണമായി, നഗരമായി, ഉമ്മുൽ ഖുറയായി മക്ക രൂപപ്പെട്ടത്. ഇന്ന് മക്കയിൽ കാണുന്ന വെള്ളവും വെളിച്ചവും റോഡും സംവിധാനവും ആ ഹാജറുടെ ആ വാക്കാണ്, ആ ഹാജറുടെ നടത്തമാണ് രാജാക്കന്മാരെ കൊണ്ട് സഫയുടെയും മർവയുടെയും ഇടയിലൂടെ നടത്തിക്കുന്നത്. ആ വെള്ളത്തിന് വേണ്ടിയുള്ള നടത്തം ഹാജിമാരെ കൊണ്ട് അല്ലാഹു നടത്തിക്കുകയാണ്. ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ സഹനതയും ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ സമർപ്പണവുമാണ് ഇന്ന് നമ്മൾ ഈ ബലിപെരുന്നാൾ നമസ്കാരത്തിന് ശേഷം നാം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കും. ലോകം സമാധാനത്തിന് വേണ്ടി കീഴുകയാണ്. ഹോർമോസ് കടലിടുക്ക് ഭാഗികമായി അടച്ചപ്പോൾ തന്നെ നമ്മുടെ അടുക്കള പട്ടിണിയായി, നമ്മുടെ ചായക്കടകൾ അടച്ചു, സാധനങ്ങൾക്കും ഒക്കെ വില വർദ്ധിച്ചു. ആകെ അസമാധാനത്തിന്റെ ഒരു അന്തരീക്ഷത്തിലൂടെ ലോകം കടന്നു പോകുന്നു. യുദ്ധം അടിക്കടി നമ്മുടെ സമാധാനം കെടുത്തുന്നു. കൂട്ടമരണങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയാണ് താടി വെച്ച ഒരു പക്ക മുസൽമാന്റെ താടി വലിച്ചു നീട്ടി ആ മനുഷ്യൻ അതിക്രൂരമായി അവിടെയുള്ള വർഗീയവാദികളും അതിന് കൂട്ടുനിന്ന പോലീസുകാരും ഇന്ന് ബംഗാളിലും ബീഹാറിലും ആസാമിലും ഒക്കെ SIR നടപ്പിലാക്കിയതിലൂടെ, ഒന്ന് കേട്ടോണേ, ആസാമികൾ ഇവിടെ ഇരിപ്പുണ്ട്, ബംഗാളികൾ ഇരിപ്പുണ്ട്, ബീഹാരികൾ ഇരിപ്പുണ്ട്. സ്വസ്ഥമായിട്ട് ട്രെയിനിൽ അവർക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ 1 കോടി മനുഷ്യരെയാണ് SIR-ലൂടെ അവരുടെ പൗരത്വം പോലും കട്ടാക്കുന്ന അവസ്ഥയിൽ അവരെ പുറത്താക്കിയിരിക്കുന്നത്. ആണോ അല്ലയോ? ഇന്ന് അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്, എന്താ പറഞ്ഞത്? ഇനി അവർക്ക് റേഷൻ ഇല്ല, അരിയില്ല, പഞ്ചസാരയില്ല, മണ്ണെണ്ണയില്ല, അവർക്ക് ഒരു വീട് നിർമ്മിക്കാൻ പെർമിഷൻ പോലും കൊടുക്കുകയില്ല. എല്ലാം റദ്ദാക്കുന്ന അവസ്ഥയിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ ചില പ്രദേശങ്ങളിൽ ഇത്തരം കലുഷിതമായ അന്തരീക്ഷങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അവിടുത്തെ വലിയൊരു പണ്ഡിതൻ പ്രഖ്യാപിച്ചത്, ഞങ്ങൾ ആടിനെ അറക്കുന്നുള്ളൂ, ഞങ്ങൾ പോത്തും കാളയും പശുവിനെ അറക്കുന്നില്ല. ഹിന്ദുക്കളായ പാവപ്പെട്ട സഹോദരന്മാർ വളർത്തിക്കൊണ്ടുവന്ന ലക്ഷക്കണക്കിന് പശുക്കളും കാളകളും പോത്തുകളും ബീഹാറിലും ആസാമിലും തീവണ്ടിയിലും ഒക്കെ ചത്തൊടുങ്ങുകയാണ്. വാങ്ങാൻ മുസ്ലിങ്ങളില്ല, ഞങ്ങൾ ആടിനെ അറക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. നല്ല തീരുമാനം. ദൈവബന്ധിന്റെ മഹാനായ അമരക്കാരൻ, ജമിയത്തിന്റെ ലോകത്തിന്റെ തന്നെ പ്രസിഡന്റ് അർഷദ് മൗലാന പറഞ്ഞു, എന്നാ പശുവിനെ നിങ്ങൾ ദേശീയ മൃഗമായിട്ടെങ്കിലും പ്രഖ്യാപിക്കുക. വളരെ വ്യക്തമായ ഒരു പ്രഖ്യാപനമാണത്. നാം അതിനെ അഭിനന്ദിക്കുകയാണ്. ഇന്നോ ബീഹാറിലെ, ആസാമില്, ബംഗാളില് JCB ഉപയോഗിച്ച് പാവപ്പെട്ട മുസ്ലിങ്ങൾ നടത്തിയ കടകളും വീടുകളും തകർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെ ഇത് പറയുമ്പോൾ വർഗീയത പറഞ്ഞെന്ന് വിചാരിക്കും. നമ്മൾ കേരളത്തിൽ സുഭിക്ഷരാണെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ SIR-ലൂടെ ഇതൊക്കെ ഇവിടെ വരുമ്പോഴാണ് അന്ന് മൗലവി പറഞ്ഞത് എത്ര സത്യമാണെന്ന് വിചാരിക്കുന്നത്. ഇന്ന് നമുക്ക് വർഗീയതായിട്ട് തോന്നും. ഇതിന്റെ ഇടയ്ക്കെല്ലാം ഈ ബലിപെരുന്നാളും കടന്നു വരുമ്പോൾ നമുക്ക് കരുണയുടെ, സ്നേഹത്തിന്റെ, വിട്ടുവീഴ്ചയുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകണം. പരസ്പര സ്നേഹവും കരുണയും സൗഹാർദ്ദവും ഊട്ടി ഉറപ്പിക്കണം. ഞാനിത് പറയുമ്പോ ഇന്ന് ബലിപെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് വ്യക്തികളും അല്ലാതെയും ഒക്കെ ഉളുഹിയത്ത് നടത്താൻ പോകുമ്പോ എൻ്റെ അടുത്ത് 2-3 പേര് വന്ന് ചോദിച്ചു, ഈ ഉളുഹിയത്തിന്റെ മാംസം അമുസ്ലിങ്ങൾക്ക് കൊടുക്കാമോ? തൊട്ടടുത്ത ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും കൊടുക്കാമോ എന്ന് പലരും വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ വ്യക്തമായി പറയാം, ഇത് ഹനഫി മുസല്ലയാണ്, ഹനഫി മഹല്ലാണ്. ഹനഫി കിതാബായ ഹിദായയിലും ഹനഫിയുടെ ഫത്വയുടെ കിതാബായ ഫത്താവ ആലംഗീരിലും ദൈവബന്ധു ഉലമാക്കളുടെ ഫത്വയിലും വന്നിരിക്കുന്നു, ഇന്ത്യ രാജ്യത്ത് ഉളുഹിയത്ത് അറക്കുമ്പോൾ തൊട്ടടുത്ത ഹിന്ദുവിനും കൊടുക്കാം ആ ഉളുഹിയത്തിന്റെ മാംസം, തൊട്ടടുത്ത ക്രിസ്ത്യാനിക്കും കൊടുക്കാം ആ ഉളുഹിയത്തിന്റെ മാംസം. ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ പടച്ചോനെ ഇതെന്താ പറയുന്നത് എന്ന് ചോദിച്ചു.
പലരിപ്പം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അറക്കുന്ന അന്ന് വരെ ഒരു ഹിന്ദുവാണ് ആ മൃഗത്തെ കൊണ്ടു നടക്കുന്നത്. അറുത്ത് കഴിഞ്ഞാൽ ഒരു തുള്ളി മാംസം ആ മനുഷ്യന് കൊടുക്കില്ല. ശാഫിഈ മദ്ഹബിൽ കൊടുക്കാൻ പാടില്ല കേട്ടോ. ഹനഫിയിൽ കൊടുക്കാം. ആലിമീങ്ങളോട് ചോദിക്കുക, പണ്ഡിതന്മാരോട് ചോദിക്കുക. അതുകൊണ്ട് തൊട്ടടുത്ത ഹിന്ദുവിനോ ക്രിസ്ത്യാനിയോ ഒക്കെ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവർക്കും ഒട്ടും കിട്ടാത്തവർക്കും നിങ്ങൾ കൊടുക്കണം. ഈ സൗഹാർദ്ദമാണ് ഈ രാജ്യത്ത് വേണ്ടത് എന്ന് നാം അടിക്കടി ഊട്ടി ഉറപ്പിച്ചു പറയുകയാണ്. ബാക്കി നിങ്ങൾ കിതാബ് നോക്കി പഠിച്ചോളൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 30 ലക്ഷം ഹാജിമാർ മെനിഞ്ഞാന്ന് അറഫയിൽ ഒരുമിച്ച് കൂടി. പാരാവാരം പാൽക്കടലായി തീർത്തപ്പോ അറഫയുടെ മണ്ണിൽ വെളുത്തവനെന്നോ കറുത്തവനെന്നോ കുറുകിയവനെന്നോ അഫ്ഗാനിയെന്നോ ഇറാനിയെന്നോ ഇറാഖിയെന്നോ ഇന്ത്യക്കാരനെന്നോ അമേരിക്കക്കാരെന്നോ ബ്രിട്ടനിയൊന്നും വ്യത്യാസമില്ലാതെ 2 വെള്ള വസ്ത്രം ധരിച്ച അറഫയിലും മുസ്ദലിഫയിലും അവർ ഒരുമിച്ച് കൂടിയ ആ മനോഹരമായ കാഴ്ച ഈ കൊല്ലത്ത് അവസാനിപ്പിച്ചു. നമ്മളെല്ലാം ഒന്നാണ്. അവിടെ മുജാഹിദോ ജമാഅത്തോ തബ്ലീഗോ സുന്നിയോ സമസ്തയോ ഒന്നും വ്യത്യാസമില്ല. അവിടെ അഫ്ഗാനിയെന്നോ ഇറാനിയെന്നോ ഇറാഖിയെന്നോ വ്യത്യാസമില്ല. നമ്മളൊക്കെ ഒരു കഅബയുടെ ആളുകളാണ്, ഒരു ഖുർആന്റെ ആളുകളാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. മാൽക്കം എക്സ് ഇസ്ലാമിനെ വെറുത്തവനായിരുന്നു. ഇസ്ലാമിനെ പഠിച്ചിട്ട് ആഫ്രോ അമേരിക്കയിലെ മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹം ഇസ്ലാമിനെ സ്വീകരിച്ചു. മാലിക്കൻ ഷഹബാസ് എന്ന പേര് സ്വീകരിച്ചു. അങ്ങനെ മുസ്ലിമായി പാസ്പോർട്ട് എടുത്ത് ഹജ്ജിന് പോയി. ഹജ്ജിൽ അറഫയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച അദ്ദേഹം ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി എഴുതുന്നുണ്ട്. ഞാൻ ആ ഹജ്ജിന്റെ അറഫയിൽ ഉയരം കൂടിയ ശക്തരായ അഫ്ഗാനികളെ കണ്ടു. മിന്നിത്തിളങ്ങുന്ന കണ്ണുകളുള്ള സ്വർണ്ണ മുടികളുള്ള വെളവള വെളുത്ത ബ്രിട്ടീഷുകാരെ കണ്ടു. സുമുഖരായ അറബികളെ കണ്ടു. പൊക്കം കുറഞ്ഞ ഇന്ത്യക്കാരെ കണ്ടു. ഞാൻ തൊലികറുത്ത ആഫ്രിക്കക്കാരെ കണ്ടു. അവിടെ ആർക്കും വിവേചനമില്ല. ഇതാണ് ഇസ്ലാം. ഇതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.